ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു Mymuzzspace. ഞാനിന്ന് വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ ചായക്ക് പറ്റിയ ചെറിയൊരു സ്നാക്കായിട്ടാണ്. നമ്മളുടെ വീട്ടിൽ കാണുന്ന ഏത്തക്കായ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ചെറിയൊരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളുടെ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ കായ അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു 5-6 കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് മൈദ, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ ഇതൊന്ന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലവറും കൂടി ചേർക്കാം, ഇച്ചിരി ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ മുക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ വലിയ പരന്ന പാത്രം എടുക്കുകയാണെങ്കിൽ 2-3-4 എണ്ണം ഒരുമിച്ച് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി, നല്ല ചൂടോടുകൂടി കഴിക്കാം. പെട്ടെന്ന് തന്നെ തരും. നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മാവ് ഒന്ന് കലക്കിയെടുക്കുക, മുക്കുക, പൊരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് പഴംപൊരി അല്ല കേട്ടോ, പഴംപൊരി വേറെ, ഇത് കായ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പഴുക്കുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു പച്ചയാണെന്ന് വെച്ചാൽ പച്ചയാണ്, അത് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റില്ല. ആ ഒരു പാകത്തിനാണെങ്കിൽ ഒരു പ്രത്യേക ചെറിയൊരു മധുരവും കൂടി വരുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കിത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇവിടെ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഐറ്റമാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ ടാറ്റാ, ബൈ ബൈ.